PC ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. കേസിൽ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. പോലീസ് എടുക്കുന്ന നിലപാടാണ് ഇതിൽ നിർണായകമാകുക എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പോലീസ് PC ജോർജിനെതിരെ കടുത്ത നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഒരു ചാനൽ ചർച്ചയിലാണ് PC ജോർജ് മതവിദ്വേഷ പരാമർശം നടത്തിയത്, മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. ഇതിനെ ആദ്യം ഈ കേസിൽ ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ PC ജോർജ് ആദ്യം മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചത് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ്. കോട്ടയം സെഷൻസ് കോടതി ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തുടർന്നാണ് അപ്പീലുമായി ഹൈക്കോടതി സമീപിക്കുന്നത്. ഹൈക്കോടതി കടുത്ത പരാമർശങ്ങൾ നടത്തിയാണ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിൽ പറഞ്ഞത് ഇത് നിരന്തരമായി PC ജോർജിന് മുൻകൂർ ജാമ്യം നിഷേധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരന്തരമായി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുന്ന ആളാണ് PC ജോർജ് എന്ന കടുത്ത നിരീക്ഷണം നടത്തിയാണ്. അതിനുശേഷമാണ് PC ജോർജ് സ്വാഭാവികമായി അത്തരമൊരു വിധിന്യായം നിലനിൽക്കുമ്പോൾ, ഹൈക്കോടതിയുടെ വിധിന്യായം നിലനിൽക്കുമ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാൽ എത്രത്തോളം സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടാകുമെന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഈ സാഹചര്യത്തിലാണ് PC ജോർജ് സുപ്രീം കോടതിയെ സമീപിക്കാതിരുന്നതും ഇന്ന് കീഴടങ്ങാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തതും. ഇന്ന് കീഴടങ്ങാൻ വേണ്ടി തീരുമാനം എടുക്കുമ്പോൾ നേരെ കോടതിയിൽ നേരിട്ട് ഹാജരായാണ് കീഴടങ്ങുന്നത്. കോടതിയിലാണ്, ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് കീഴടങ്ങാൻ എത്തിയത്. മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയതിന് ശേഷം സ്വാഭാവികമായും റിമാൻഡ് ചെയ്യുന്നതിലടക്കം ഉള്ള കാര്യങ്ങളിൽ പോലീസിനോട് റിപ്പോർട്ട് തേടുകയാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ചെയ്തത്. അങ്ങനെ പോലീസ് അല്പസമയത്തിനുള്ളിൽ അതിനുള്ള മറുപടി നൽകും. സ്മൃതി സൂചിപ്പിച്ചത് തന്നെയാണ്, കടുത്ത നിലപാട് പോലീസ് PC ജോർജിനെതിരെ സ്വീകരിക്കും. കാരണം PC ജോർജ് ഇത് ആദ്യമായി ചെയ്യുന്ന കുറ്റകൃത്യം അല്ല, നിരന്തരമായി ചെയ്യുന്ന കുറ്റകൃത്യമാണ് എന്ന ആ കടുത്ത നിലപാട് തന്നെ പോലീസ് ഇതിൽ സ്വീകരിക്കും. കാരണം ഹൈക്കോടതി തന്നെ അത്തരമൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസ്. കോടതിയെടുത്ത നിലപാടിൽ പോലീസിന് വെള്ളം ചേർക്കാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇതിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ നിയമ നിർമ്മാണം ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. PC ജോർജിനെ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടാണ് ഇപ്പോൾ കോടതി കാണുന്നത് എന്നുള്ളതാണ്. തുടർച്ചയായി ഇത്തരത്തിൽ മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുക, പ്രതികരണങ്ങൾ നടത്തുക, ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കുക, ഒരു ലൈസൻസ് ഇല്ലാത്ത രൂപത്തിലുള്ള സംസാരം, അതാണ് കോടതി അതിരൂക്ഷ വിമർശനം നടത്താൻ ഇടയാക്കിയിരിക്കുന്നത്. എന്ത് തീരുമാനിക്കും ഇക്കാര്യത്തിൽ കോടതി എന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും ജാമ്യാപേക്ഷ PC ജോർജ് നൽകും. ആ ജാമ്യാപേക്ഷയിൽ ഇന്ന് തീരുമാനമെടുക്കണ്ട എന്ന് കോടതി തീരുമാനിച്ചാൽ ജയിലിലേക്ക് പോകണം PC ജോർജ്. അതാണ് അറിയേണ്ടത്, എന്ത് സംഭവിക്കുമെന്നുള്ളത്. അഞ്ജനയുണ്ട് കോടതിക്ക് മുന്നിൽ നിന്നും. അഞ്ജന, ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിക്ക് മുൻപിലാണല്ലോ ഉള്ളത്. PC ജോർജ് ഹാജരായത് അല്പം മുമ്പാണ്. PC ജോർജ് ഹാജരായ ശേഷം കോടതി കേസെടുത്തു, പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇപ്പോൾ കോടതിക്കകത്ത് നടക്കുന്നത്? സ്മൃതി, ഞാനിപ്പോൾ ഉള്ളത് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഈ കോടതിയുടെ അകത്ത് PC ജോർജ് ഉണ്ട്. അടുത്തതായി PC ജോർജിന്റെ കേസായിരിക്കും പരിഗണിക്കുക. നേരത്തെ മുതൽ PC ജോർജ് ചൂണ്ടിക്കാട്ടുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. അതിനാൽ തന്നെ തൊട്ടടുത്തുള്ള ഈരാറ്റുപേട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു വൈദ്യ പരിശോധനയ്ക്ക് ഉടൻ തന്നെ PC ജോർജിനെ വിധേയനാക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ തനിക്ക് പ്രായത്തിൻ്റെതായ അസുഖങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നതെല്ലാം പ്രതിഭാഗം ഉന്നയിക്കുന്ന പ്രധാന വാദങ്ങളാണ്. അതിനാൽ തന്നെ വിശദമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയമായ ശേഷമായിരിക്കും പോലീസിന് വിട്ടു നൽകുന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാവുക. ഇപ്പോൾ PC ജോർജും ഒപ്പമുള്ള BJP നേതാക്കളും എല്ലാവരും തന്നെ ഈ കോടതിയിൽ കാത്തിരിക്കുകയാണ്. ഇനി എന്താണ് കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനം എന്നത് നിർണായകമാണ്. പരിശോധനയ്ക്ക് ശേഷം ഒന്നില്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകും. എന്തായാലും ഇന്ന് തന്നെ ഒരു ജാമ്യാപേക്ഷ നൽകാനും ഉള്ള സാധ്യതയുണ്ട്. അതിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകാനും സാധ്യതയില്ല. അതിനാൽ ജയിലിലേക്ക് പോകുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ അടുത്തതായി തന്നെ ഈ കേസാണ് പരിഗണിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. BJP നേതാക്കൾ എല്ലാവരും തന്നെ ഈ കോടതിയിലേക്ക് തടിച്ചുകൂടിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ 11 മണിയോടുകൂടി ഹാജരാകുമെന്നാണ് BJP നേതാക്കൾ അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ച അതേ സമയത്താണ് PC ജോർജ് ഇവിടുത്തെ ഈ കോടതിയിൽ കീഴടങ്ങിയത്. ബുദ്ധിപരമായി മാധ്യമങ്ങളെ അടക്കം മാറ്റി നിർത്തുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും PC ജോർജിന് ജില്ലയിലെ BJP നേതാക്കൾ പൂർണ്ണ പിന്തുണ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പരാമർശത്തെ ന്യായീകരിക്കുന്നില്ലെങ്കിലും PC ജോർജിന് പൂർണ്ണ പിന്തുണ തന്നെ ജില്ലയിലെ നേതാക്കൾ നൽകുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റും വെസ്റ്റ് ജില്ലാ പ്രസിഡന്റും മറ്റ് നേതാക്കളും എല്ലാവരും തന്നെ ഈ കോടതി പരിസരത്ത് തന്നെയുണ്ട്. കൂടി പോകുന്നു. അലി അക്ബർ ഷാ ഇപ്പോൾ കോടതി കേസ് വിളിച്ച ശേഷം പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് നൽകിയോ? പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടും ഇതിൽ പ്രധാനമാണല്ലോ.
തീർച്ചയായും സ്മൃതി അല്പസമയം മുമ്പാണ് ഈ കേസ് എടുത്തത്. വാദം കേൾക്കാതെ കേസ് മാറ്റിവെക്കുകയായിരുന്നു. പോലീസിനോട് റിപ്പോർട്ട് തേടുകയാണ് കോടതി ചെയ്തത്. സ്വാഭാവികമായും ഇനി അല്പസമയത്തിനുള്ളിൽ പോലീസ് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കോടതിയുടെ തീരുമാനമുണ്ടാവുക. സ്വാഭാവികമായും കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. പി സി ജോർജിന്റെ ആരോഗ്യാവസ്ഥ മോശമാണ് എന്ന നിലയിലുള്ള റിപ്പോർട്ടുകൾ സ്വാഭാവികമായും അവർ കോടതിയിൽ സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കോടതിയുടെ തീരുമാനമുണ്ടാവുക. കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ച സാഹചര്യമുണ്ട്. നിലവിൽ റിമാൻഡിൽ വിടാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ കോടതി നടപടിയാണ്. സ്വാഭാവികമായും നമുക്ക് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഉടൻ തന്നെ പി സി ജോർജിനെ ഈ അടുത്ത നിമിഷം തന്നെ ഈ കേസ് എടുക്കുമെന്നാണ് ഇപ്പോൾ വീണ്ടും മനസ്സിലാക്കുന്നത്. പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഈ കേസ് എടുത്ത ശേഷമായിരിക്കും പി സി ജോർജിനെ നിലവിൽ ഒന്നുകിൽ തൊട്ടടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഇറക്കാനുള്ള സാധ്യതയും ഇപ്പോഴുണ്ട്. എന്തായാലും പോലീസിന്റെ ആവശ്യം കസ്റ്റഡി അപേക്ഷയാണ്. നിലവിലെ സാഹചര്യത്തിൽ റിമാൻഡിലേക്ക് പി സി ജോർജിനെ വിടാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണാൻ കഴിയുന്നത്. സ്മൃതി.